Greetings to you all in the precious name of our beloved Savior and Lord Jesus. ബഹുമാനപ്പെട്ട അച്ഛനെ കർത്തൃനാമത്തിൽ നന്ദി കരയറ്റുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് 1 കൊരിന്ത്യൻസ് 11 അധ്യായം അതിൻ്റെ 26 വചനം വായിക്കുന്നു. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 11 വേഴ്സ് 26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. For whenever you eat this bread and drink this cup, you proclaim the Lord's death until he comes. പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പാസേജാണിത്. ബേസിക്കലി because it gives us our warrant for the most sacred act of worship in the church, the sacrament of Lord's Supper, or the Holy Communion, or the Eucharist. Since the letter to the Corinthians came out earlier than the Gospels, this is actually the first recorded account of the word of Jesus. Old Testamentil നാം കാണുന്ന പെസഹ അത് നിഴലാകുന്നുവെങ്കിൽ ഇത് അതിൻ്റെ പൊരുളാണ്. ഇസ്രയേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും ഊഴിയ വേലയിൽ നിന്നും വിടുവിപ്പാൻ ദൈവം മോശയെയും അഹരോനെയും നിയമിച്ചു. ഫറവോന്റെ രാജ്യത്ത് ഈജിപ്തിൽ അനേകം അത്ഭുതങ്ങളും 9 ബാധകളും ദൈവം അയച്ചു. പക്ഷേ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതേ ഉള്ളൂ. മിസ്രൈമിൽ ഒരു 10ാമത്തെ ബാധ അയക്കും, അത് ഭയങ്കരമായിരിക്കും. ദാറ്റ് വിൽ ബി ടെറിബിൾ എന്ന് മോശയോടെ ദൈവം കൽപ്പിച്ചു.
ഒടുവിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്, നിന്റെ ചരിത്രം മാറ്റപ്പെടും. അബീബ് മാസം നിനക്ക് മാസങ്ങളുടെ ആരംഭം ആയിരിക്കണം. ഇത് ഇസ്രയേൽ മക്കൾക്ക്, ജനത്തിന് എല്ലാവർക്കും വേണ്ടി ഉള്ള ഒരാജ്ഞയാണ്. 10-ാം തീയതി നീ ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം. ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള കോലാടോ ചെമ്മരിയാടോ ആകാം. നിന്റെ വീട്ടിൽ ഒരാടിന്റെ മാംസം തിന്നുവാൻ ആളില്ലെങ്കിൽ നിന്റെ അടുത്തുള്ള കുടുംബത്തെ കൂടെ കൂട്ടാം. 14-ാം തീയതി വരെ ആടിനെ നീ സൂക്ഷിക്കണം. 14-ാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറുത്ത് അതിൻ്റെ രക്തം നിന്റെ കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടണം. മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും കൂടെ കഴിക്കണം. അര കെട്ടിയും ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ടത് തിന്നണം. എന്ന് പറഞ്ഞാൽ തിടുക്കത്തോടെ കഴിക്കണം. യഹോവ രാത്രി മിസ്രൈമിൽ കൂടെ കടന്ന് മിസ്രൈമിലെ സകല കടിഞ്ഞൂലുകളെയും, അതായത് മൃഗങ്ങളിലും മനുഷ്യരിലുമുള്ള സകല കടിഞ്ഞൂലുകളെയും കൊന്നുകളയും. രക്തം കാണുന്ന ഭവനങ്ങളെ സംഹാരദൂതൻ വിട്ടുപോകും. രാത്രിയിലെ ആരും ഭവനത്തിന് വെളിയിലിറങ്ങാൻ പാടില്ല. ഇത് യഹോവയുടെ അരുളപ്പാടായിരുന്നു. യഹോവ അരുളി ചെയ്തത് അങ്ങനെയാണ്. It means that the angel of destruction or the angel of death will pass through the houses of the Egypt, and every firstborn from men and animals will be slain. But the angel will pass over the houses where the blood mark is seen. അതുകൊണ്ടാ ഇസ്രയേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ വർഷം തോറും പാസ് ഓവർ ഫെസ്റ്റിവൽ ആചരിക്കണം. തലമുറയായി അത് ആചരിക്കണം. യഹോവ നിങ്ങളെ വിടുവിച്ച ആ വിടുതലിൻ്റെ രഹസ്യം, യഹോവയുടെ ബലമുള്ള ഭുജം നിങ്ങളുടെ തലമുറകൾക്ക് അത് മനസ്സിലാകുവാൻ തക്കവണ്ണം അറിയിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം അഥവാ പെസഹ ഓർ പാസോവർ ആചരിക്കണം. യോഹന്നാൻ യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കറിയാം. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനല്ല, നിവർത്തിപ്പാനാ കർത്താവ് വന്നത്. പെസഹ പെരുന്നാളും തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ആചരിക്കുന്നത് നമുക്ക് കാണാം. തൻ്റെ സ്നേഹിതൻ്റെ വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ തൻ്റെ അവസാനത്തെ പെസഹ അല്ലെങ്കിൽ അവസാനത്തെ അത്താഴവും ദ ലാസ്റ്റ് സപ്പർ കഴിക്കുകയാണ്. ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കുവാൻ ഞാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് കർത്താവ് പറയുന്നുണ്ട്. I have earnestly desired to eat this Passover with you before I suffer. വിശുദ്ധ സുവിശേഷങ്ങളിൽ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ പാസ് ഓവറിൻ്റെ ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് നമ്മൾ കാണുന്നുണ്ട്. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. കർത്താവ് പറയുകയാണ്, പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്ത എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഡു ദിസ് ഇൻ റിമംബറൻസ് ഓഫ് മീ. അതെ, കർത്താവിൻ്റെ ആജ്ഞപ്രകാരം ക്രിസ്തീയ സഭകൾ ഈ സാക്രമെന്റ് അനുഷ്ഠിച്ചു പോരുന്നു. അനുഷ്ഠാനങ്ങളിൽ സഭാവിഭാഗങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്നാൽ സംഗതി ഒന്ന് തന്നെയാണ്. The sacrament can never mean the same to all persons, but we don't need to fully analyze it to get the benefit from it. We need not understand the chemistry of the bread to be nourished by it. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. But
He was pierced for our transgressions. He was crushed for our iniquities. The punishment that brought us peace was upon him, and by his stripes we are healed. Rather, we can say by his wounds we are healed. അതെ, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച യാഗം, ആ വലിയ ത്യാഗം, അത് നാം മനസ്സിലാക്കുമ്പം ഈ സാക്രമെന്റ് മീനിങ് ഫുൾ ആകുന്നു. ജീസസ് സെഡ്, ദിസ് കപ്പ് ഈസ് ദി ന്യൂ കവനന്റ് ആൻഡ് ഇറ്റ് കോസ് മൈ ബ്ലഡ്. What's a covenant? A covenant is a relationship entered into between two people. പഴയ നിയമത്തിലെ ഉടമ്പടി ദൈവവും മനുഷ്യരുമായിട്ടുള്ളതാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി ലോ. ഡ്യൂട്രോണോമി ചാപ്റ്റർ 26 ഒത്തിരി ചട്ടങ്ങളും നിയമങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടങ്ങളും വിധികളും എല്ലാം പ്രമാണിച്ച് നടക്കാൻ ആജ്ഞാപിച്ചിരിക്കുകയുമാണ്. അണ്ടർ ദി ഓൾഡ് കവനന്റ്, man was under constant fear of God, since he could never keep the law perfectly. Under the new covenant, he comes to God as a child to his father. Under the old covenant, man was under constant fear of God, since he could never keep the law perfectly. Under the new covenant, he comes to God as a child to his father. When Jesus said, "This is my body," നമുക്കായി തകർക്കപ്പെട്ട, നുറുക്കപ്പെട്ട, ഉഴവുചാല് പോലെ ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെട്ട, മുൾക്കിരീടവും ഇരുമ്പാണിയും കൊണ്ട് തുളയ്ക്കപ്പെട്ട, കോലുകൊണ്ട് അടികൊണ്ട, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുകൊണ്ട ആ തിരുശരീരം, അവൻ നമുക്കായി മുറിവേറ്റു. So let us not limit Holy Communion as a ritual. Yes, please don't limit the Holy Communion as a ritual. He wants us to do it in his memory. He wants us to keep up the covenant relationship. That is a covenant. The Holy Sacrament is a covenant relationship that we are keeping with the Lord. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. Yes, the church is the body of Christ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ രക്തത്താലെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ കൂട്ടമാണ്, അഥവാ സമൂഹമാണ്. ഈ വിശുദ്ധ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഹോളി കമ്മ്യൂണിയൻ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. അവിടെ പിന്നെയും നമ്മൾ കാണുന്നത് ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രനും പരിശുദ്ധനാകുന്നു, ഏക റൂഹായും പരിശുദ്ധനാകുന്നു. നമ്മുടെ സ്വന്തം നീതിയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ നമുക്ക് ഈ കർത്തൃമേശയിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചല്ല, കർത്താവിൻ്റെ പിതൃദയയിലും ആർദ്രകരുണയിലും മാത്രം ആശ്രയിച്ചാണ് നാം കർത്തൃമേശയിലേക്ക് അടുത്തു വരുന്നത്. കർത്തൃമേശ ഒരുക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരും കൊടുക്കുന്നവരും കൈക്കൊള്ളുന്നവരും വിശുദ്ധമായി മാത്രമേ അത് കൈകാര്യം ചെയ്യാവൂ എന്ന് നാം ഓർക്കേണ്ടതാണ്. പ്രെയർ ഓഫ് ദ ഹംബിൾ ആക്സസ് നമ്മെ ഒരുങ്ങാനെ സഹായിക്കുന്നു. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കയില്ല. ആ മേശയെങ്കിലെ അപ്പനുറുക്കുകൾ പോലും അനുഭവിപ്പാന് നാം യോഗ്യരല്ല. എന്നാൽ നമ്മുടെ ബലഹീനതകളെ പുറത്തുകൊള്ളുവാന് മനസ്സലിവുള്ള കർത്താവ് നമുക്ക് വേണ്ടി അവൻ നമ്മെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമുക്കായിട്ട് തൻ്റെ ജീവനെയും അവസാനത്തെ തുള്ളി രക്തം പോലും തന്ന കർത്താവാ. യഥാർത്ഥ അനുതാപത്തോടെ നമുക്ക് ആ മേശയെങ്കിലേക്ക് അടുത്തിയെല്ലാം. ജീവന്റെ ഉടയവനായ കർത്താവിനെ വ്യക്തിപരമായി അറിവാന് നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര വലുതാണെന്നോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഐ വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ്. ജീവന്റെ ഉടയവനായ കർത്താവിനെ വ്യക്തിപരമായി അറിവാൻ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ഭാഗ്യത്തിനായി നാം ദൈവത്തിന് എങ്ങനെ നന്ദി പറയും? പ്രിയ ദൈവജനമേ, ആട്ടിൻകുട്ടിയുടെ രക്തം ഇസ്രയേൽ മക്കൾ തങ്ങളുടെ വീടുകളുടെ കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടിയപ്പോൾ സംഹാരദൂതൻ അവരെ വിട്ട് കടന്നുപോയെങ്കിൽ
അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടപ്പെട്ടവരായി ഞാൻ ജീവന്റെ അപ്പമാകുമെന്ന് പറഞ്ഞ കർത്താവിന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവർ ശക്തിപ്പെടും, ബലപ്പെടും, വിടുതൽ പ്രാപിക്കും. അതെ, അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവരായി ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവർ ശക്തിപ്പെടും, ബലപ്പെടും, വിടുതൽ പ്രാപിക്കും. അത് വിശുദ്ധിയോട് തന്നെ ആചരിക്കേണ്ടതാണ്. തന്നെത്താനെ ശോധന ചെയ്ത ശേഷം വേണം ഈ സക്രമന്ത് നാം അനുഭവിക്കേണ്ടത്. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറ്റി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള ഒരു വലിയ വിരുന്ന് കർത്താവ് ഒരുക്കിയിരിക്കുക. വിരുന്നിനുള്ള വിളികള് മുഴങ്ങി കേൾക്കുന്നുമുണ്ട്. ഒഴികഴിവ് പറഞ്ഞു മാറിപ്പോകാതെ നമുക്ക് കടന്നു ചെന്ന് അനുഭവിക്കാം. അതെ, വാസ്തവമായിട്ട് ഈ 1 കൊരിന്ത്യർ 11 അധ്യായം മുഴുവനായിട്ടൊന്ന് വായിച്ചാല് കർത്താവിൻ്റെ ഈ തിരുവത്താഴം നമ്മൾ എത്ര സൂക്ഷ്മതയോടെ കൈക്കൊള്ളണം, എത്ര വിശുദ്ധിയോടെ കൈക്കൊള്ളണം എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ്. ഇപ്പോഴേ 4 മാസമായല്ലോ നാം ആരാധനയ്ക്ക് ദേവാലയങ്ങൾ കൂടിയിട്ടും ഹോളി കമ്മ്യൂണിയൻ ആചരിച്ചിട്ടും. ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി, 4 മാസമൊക്കെ ആയില്ലോ നമ്മൾ ഹോളി കമ്മ്യൂണിയനൊക്കെ എടുത്തിട്ട്, എന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ എന്ന്. വാസ്തവമായിട്ട് എനിക്ക് വളരെ വേദന തോന്നി അത് കേട്ടപ്പോഴേ. കാരണം എത്ര മനോഭാവത്തോടെയാണ് ഈ കാര്യങ്ങളെ കേൾക്കുകയും കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴേ, കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ടത് ചെയ്യുവാന്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഹോളി സാക്രമെന്റ്, അത് മനസ്സിലാക്കുവാനുള്ള കൃപ ദൈവമേ കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇതെടുത്ത് പറയാനായിട്ട് ഇടയായതും ദൈവജനം അത് ഒരു കാര്യമായിട്ട് എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോവിഡ് കാലം കഴിഞ്ഞ് ദേവാലയങ്ങളൊക്കെ തുറന്ന് ഹോളി കമ്മ്യൂണിയൻ ആചരിക്കുമ്പോഴേ അനുതാപത്തോടും ഹൃദയനുറുക്കത്തോടും വിശുദ്ധിയോടും ഒരുക്കത്തോടും കർത്തൃമേശയിലേക്ക് അടുത്ത് ചെന്ന് ഈ സാക്രമെന്റ് അനുഭവിക്കാം. അതിനായി നമ്മെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി കർത്തൃസന്നിധിയിൽ സമർപ്പിക്കാം. അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തിനോട് അപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട്, ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങൾ കർത്താവെ വെച്ച് അങ്ങേ ശരീരരക്തങ്ങളെ അനുഭവിപ്പാന്, വീണ്ടും ഒരു കമ്മ്യൂണിയനെ അറ്റൻഡ് ചെയ്യുവാൻ, അത് അക്സെപ്റ്റ് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വണങ്ങുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾക്കായി കാൽവറി മലയിലെ യാഗമായി തീർന്ന കർത്താവെ, അങ്ങ് സ്വന്തം രക്തവും ജീവനും തന്ന് ഞങ്ങളെ സ്നേഹിച്ചതിനും വീണ്ടെടുത്തതിനുമായിട്ട് ഞങ്ങൾ അങ്ങേ 1000 സ്തുതി കരയേറ്റിക്കുന്നു. തീയിലൂതിക്കഴിച്ച അങ്ങയുടെ വിലയേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവെ തന്ന ഇന്നയോളം ഞങ്ങളെ സമൃദ്ധിയായി നടത്തിയതോർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദിയോടെ സ്തുതി കരയേറ്റുന്നു. ജീവന്റെ ഉടയവനായ കർത്താവിനെ വ്യക്തിപരമായി അറിവാൻ ലഭിച്ച ഭാഗ്യത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ഇന്നയോളം ഞങ്ങളെ നടത്തുന്ന വൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അർഹിക്കാത്ത നന്മകളെ കൊണ്ട് നിറച്ച ഞങ്ങളെ നടത്തുന്നത് അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കർത്താവെ. ഇപ്പോഴെ 10th റിസൾട്ട് അറിഞ്ഞ, ICSE റിസൾട്ട് അറിഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നല്ല നിലയിൽ പാസ്സായ ഷോൺ റബിയെയും മീവലിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ തുടർന്നുള്ള അഡ്മിഷനും പഠിത്തവും എല്ലാം തിരുഹിതം പോലെ നടത്തണമേ. ഈ കോവിഡ് കാലത്ത് അനേകർ ആശുപത്രിയിലും ക്വാറന്റൈൻ സെന്ററിലുമൊക്കെയായി കഴിയുന്നു. അവരെയും ശുശ്രൂഷിക്കുന്ന മെഡിക്കൽ ഫ്രറ്റേണിറ്റിയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് കടാക്ഷിക്കണമേ, ദയ ഉണ്ടാകണമേ.
കൃപയിലെ പൊതിയണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുക. കർത്താവെ, ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും സെന്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഹോദര ഇടവകളിലെ രോഗത്തിലായിരിക്കുന്നവരെയും പ്രിയപ്പെട്ടവരുടെ വേർപാടിലെ വേദനയിലായിരിക്കുന്നവരെയും ഒക്കെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാവരോടും അവിടുത്തെ കരുണയുള്ള കരങ്ങളെ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. 4 മാസത്തിലധികമായല്ലോ കർത്താവെ, ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം വിശുദ്ധ തിരുവത്താഴം അനുഭവിച്ചിട്ട്. എന്നാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ മരുഭൂപ്രയാണം കഴിക്കുവാന് ജീവിക്കുവാന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും ബലഹീനർക്ക് വൻ കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറയാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സംഭവബഹുലമായ ഈ കാലയളവില് ഞങ്ങൾക്കാർക്കും ഒരു കാര്യത്തെക്കുറിച്ചും ഒരു നിശ്ചയമില്ലാത്ത സമയത്ത് പൊന്നപ്പച്ച അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ലമ്മിലെ കുഞ്ഞുങ്ങളെ, മിനിസ്ട്രിയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, യഹോവേ, അങ്ങ് പ്രവർത്തിക്കണേ, അവരുടെ ഉള്ളങ്ങളോട് അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയില് സന്തോഷപരിപൂർണത ഉള്ളവരായിട്ട്, അവിടുത്തെ വലത്ത് ഭാഗത്തെന്നും പ്രമോദമുള്ളവരായിട്ട് ജീവിപ്പാന് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ വിശ്വാസ സമൂഹത്തെ മുഴുവനും അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും സ്നേഹിതരും ബന്ധുക്കളുമായിട്ട് ഇന്ത്യയിലും വിദേശങ്ങളിലുമായിരിക്കുന്ന എല്ലാവരെയും അപ്പൻ്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ അനർത്ഥ ദിവസത്തില് അവിടുത്തെ കൂടാരത്തിൽ ഒളിപ്പിക്കുകയും തിരുനിവാസത്തിന്റെ മറവില് മറയ്ക്കുകയും ചെയ്യുവാന് അങ്ങേക്ക് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ മുറ്റും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നയോളം ഞങ്ങളെ ജയോത്സവമായി നടത്തിയ കർത്താവിന് ഞങ്ങൾ നന്ദി കരയറ്റുക. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് തരിക. ഞങ്ങൾക്കായി ജീവനെ വെച്ച അരുമരക്ഷകന്റെ നാമത്തില് അപേക്ഷിക്കുന്നത് പിതാവെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. കർത്താവ് യേശു മിശിഹ പഠിപ്പിച്ചതായ പ്രാർത്ഥന ചേർന്നുവെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും ബോധവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമൻ. പിതൃപുത്രപരിശുദ്ധാത്മാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും കൃപയും നമ്മളെല്ലാവരോടും ആവശ്യങ്ങളോടും ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടുതൽ ഇരിക്കുമാറാകട്ടെ. ആമൻ.